ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സും ഇമോഷൻസും ഒക്കെയാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ടൈംലെസ് റീഡിങ്ങും ഒരു ജനറൽലെസ് റീഡിങ്ങുമാണ്. ഇത് നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം കാണുക. ഇത് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വെച്ച് നിങ്ങൾ തമ്മിൽ വളരെ സ്മൂത്തായിട്ട് പോകുന്നൊരു റിലേഷൻഷിപ്പൊന്നുമല്ല. ഒരുപാട് ഡിസ്റ്റൻസിലൊക്കെ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു എനർജിയുടെ അകത്ത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ ഒരു പേഴ്സൺ ദൂരോട്ട് പോയ സമയത്ത്, അതായത് നിങ്ങളെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നു, അതല്ലാതെ നിങ്ങളായിട്ടൊരു നോ കോണ്ടാക്റ്റ് അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു റിലേഷൻഷിപ്പ് തകർന്നു പോയതിനു ശേഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്താം, നല്ല രീതിയിൽ ജോലി ചെയ്യും, പൈസ സമ്പാദിക്കും, പുതിയ റിലേഷൻഷിപ്പിലോട്ട് പോകും, അങ്ങനത്തേക്ക് ഒരു മൈൻഡ് സെറ്റ്, അതായത് ഇപ്പോൾ ഉണ്ടായിരുന്നതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫ് അയാൾ വേണമെന്ന് ഒരുപാട് ആ ഒരു പേഴ്സൺ ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളിൽ നിന്ന് മാറിയ സമയത്ത്. അപ്പോൾ അയാൾ എന്താണോ ആഗ്രഹിച്ചു പോയത് അതിൽ നിന്നും എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. പെട്ടെന്നുള്ള ഒരു മാറ്റങ്ങളാണ്. ഒരിക്കൽ പോലും അയാൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. അതേപോലത്തെ ഒരു വലിയൊരു സംഭവങ്ങൾ അയാളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അത് ജോലി സംബന്ധമായിട്ടും ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലായാലും ഫാമിലിയുടെ കാര്യത്തിലായാലും അയാളായിട്ട് കണക്ട് ചെയ്യുന്ന ഏതൊരു മേഖലയിലും അയാൾക്ക് നല്ല കാര്യങ്ങളൊന്നും അല്ല വന്നിട്ടുള്ളത്. ഒരുപാട് ഈഗോ ക്ലാഷസും കാര്യങ്ങളൊക്കെ റിലേഷൻഷിപ്പിലും ഫ്രണ്ട്ഷിപ്പിലും ജോലി സ്ഥലത്തും ഒക്കെ അയാൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അയാളുടെ ആ ഒരു എന്താണ് അയാൾ ഇത്രയും നാൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ആ ഒരു ഇതൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അയാൾ ഇത്രയും നാൾ വിശ്വസിച്ചിരുന്ന ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ ജോലി തന്നെയാണ് കംപ്ലീറ്റ്ലി പോയി, അല്ലെങ്കിൽ അവിടെ ഒരുപാട് പ്രോബ്ലംസും അയാൾക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നും കൊളീഗ്സിൻ്റെ അടുത്തു നിന്നൊക്കെ ഒരുപാട് മോശമായിട്ടുള്ള അനുഭവങ്ങളാണ് അയാൾക്ക് ഉണ്ടായിട്ടുള്ളത്. ബിക്കോസ് അയാൾ എന്താണോ അയാൾ ആഗ്രഹിച്ചിരുന്നത് അതിൽ നിന്നൊക്കെ ഒട്ടും വിശ്വസിക്കാത്ത രീതിയിലുള്ള ഒരുപാട് പ്രോബ്ലംസൊക്കെ അയാളുടെ ജീവിതത്തിൽ വന്നപ്പോൾ അയാൾ മൊത്തത്തിൽ തകർന്നൊരു അവസ്ഥയാണ്. അയാളുടെ ഒരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും ഇപ്പോൾ ഒന്നിനും അയാൾക്കില്ല. എന്ത് ചെയ്യണമെന്ന് കംപ്ലീറ്റ്ലി അയാൾ കൺഫ്യൂഷൻ അടിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ ഒരു വല്ലാത്തൊരു ഷോക്കാണ് ഇപ്പോൾ ശരിക്കും ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ളത്. എന്താവണം, നല്ല രീതിയിൽ നിങ്ങളെ കാണിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ അസൂയപ്പെടുത്തുന്ന രീതിയിൽ ഞാനൊരു ചേഞ്ചസൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണിച്ചു കൊടുക്കും എന്നും പറഞ്ഞാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിയതും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ നിന്നൊക്കെ ഇയാൾ മാറിപ്പോയത്. അപ്പോൾ നിങ്ങളോടുള്ളൊരു റിവെഞ്ച് അല്ലെങ്കിൽ നിങ്ങളെ കാണിച്ച് ഇതാക്കാൻ വേണ്ടിയൊക്കെ നല്ല രീതിയിലാവണം എന്നൊക്കെ അയാൾ ആഗ്രഹിച്ച് അതൊക്കെ കംപ്ലീറ്റ്ലി തകർന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാം കൊണ്ടും തകർന്നും ഉള്ളൊരവസ്ഥയാണ്. പക്ഷേ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വഴിയോ സോഷ്യൽ മീഡിയയിലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അയാൾ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ കാണുന്നുണ്ട്. വെച്ചാൽ അയാൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ അത് മറയ്ക്കുകയാണ്, ഒരുപാട് മറച്ച് വെക്കുന്നുണ്ട് അയാൾ, മറ്റുള്ളവർക്ക് മനസ്സിലാവരുത്. പക്ഷേ അയാളുടെ ഉള്ളിൽ അയാൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഒരുപാട് പ്രോബ്ലംസാണ് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. അത് ഫിനാൻസോ അതല്ലെങ്കിൽ അത് ഒരു ഫീൽഡിൽ മാത്രമല്ല, അയാളുടെ ജീവിതത്തിലെ ഏതൊക്കെ ഇതിൽ കൂടെ അയാൾ പോകുന്നു അവിടെ എല്ലാം അയാൾക്ക് ട്രബിളാണ്. അതെല്ലാം അത്രയ്ക്ക് എന്തോ വലിയൊരു കാര്യം അയാളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അയാൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേഴ്സൺ ശരിക്കും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് ഒരുപാട് ചിലപ്പോൾ മോശമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ വീട്ടിൽ അയാൾ പോയിട്ടുണ്ടെങ്കിലും അയാൾക്കൊരു കണക്ഷൻ നിങ്ങളോട് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. വഴക്കിട്ട് പോയി ഞാൻ വിളിക്കില്ല, നിങ്ങളെ കാണിക്കാൻ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ഞാൻ കാണിക്കും എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു സോഫ്റ്റ് കോർണർ എവിടേക്കോ നിങ്ങളോടുണ്ട്. അപ്പോൾ ഇത്രയും പ്രോബ്ലംസും ഇത്രയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിതത്തിൽ തകർന്നു പോകുന്ന രീതിയിലൊക്കെ ഒരുപാട് ടൈമിലൂടെയാണ് അയാൾ പോയിട്ടുള്ളത്. എങ്കിലും
അയാളുടെ മനസ്സിൽ എപ്പോഴൊക്കെയോ നിങ്ങളായിട്ടുള്ളൊരു കണക്ഷനെ പറ്റി അയാൾ ഓർക്കാറുണ്ട്. അപ്പോൾ അയാൾക്ക് കുറച്ചുകൂടെ ഒരു ആശ്വാസം കിട്ടുന്നത് ആ ഒരു കാര്യം, നിങ്ങൾ തമ്മിലുള്ള പഴയ കാര്യങ്ങളും അതൊക്കെ ഓർക്കുമ്പോഴാണ്. അപ്പോൾ അയാൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അയാൾ ഒരുപാട്, അതായത് ആ ഒരു ബോണ്ടിനെ അയാൾ വളരെ സ്പെഷ്യലായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും അയാൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയുകയോ ഓപ്പണായിട്ട് സംസാരിക്കുകയോ ഒന്നും അയാൾക്ക് പറ്റില്ല. പക്ഷെ അയാൾക്ക് എന്തോ അത് മേ ബി ഒരു സോൾ കണക്ഷൻ ആയിരിക്കാം, സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ പാസ്റ്റിലുള്ള സോൾ കണക്ഷനൊക്കെ കൊണ്ടായിരിക്കാം എത്രയൊക്കെ വഴക്ക് പറഞ്ഞാലും എത്രയൊക്കെ ഇതുണ്ടായാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു വലിച്ചിൽ നിങ്ങളോട് അയാൾക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ അത് അയാൾക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ ആ ഒരു സോഫ്റ്റ് കോൺട്രാക്ടൊക്കെ എപ്പോഴും ഉള്ളിലുണ്ട്. അപ്പോൾ ഏത് പ്രോബ്ലംസ് വന്നാലും അയാൾ നിങ്ങളെപ്പറ്റി ആലോചിക്കാറും ചിന്തിക്കാറും ഒക്കെ ഉണ്ട്. പക്ഷേ അത് ലൈഫിൽ നിങ്ങളോട് ഡയറക്റ്റ്ലി പറയാനോ അത് തിരിച്ച് കോണ്ടാക്ട് ചെയ്യാനൊന്നും അയാൾ ആഗ്രഹിക്കുന്നില്ല. അയാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പോൾ നേരത്തെ ഉണ്ടായുള്ള പ്രോബ്ലംസ് കൊണ്ടായിരിക്കും അയാൾക്ക് അത്ര ഓപ്പണായിട്ട് സംസാരിക്കാനൊന്നും നിങ്ങളോട് പറ്റുന്നില്ല. പക്ഷെ അയാൾ അംഗീകരിക്കുന്ന കാര്യമാണ് അയാൾക്ക് നിങ്ങളോട് എന്തോ ഒരു ബന്ധമുണ്ട്. നോർമൽ ഹ്യൂമൻ ബീങ്സ് തമ്മിലുള്ള ബന്ധമല്ല, അതിനപ്പുറം എന്തൊക്കെയോ ഉണ്ട്. അതുകൊണ്ട് അയാളുടെ മൈൻഡിലും അയാളുടെ സോളിലും അയാൾക്ക് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഒരു പ്ലേസ് തന്നെ അയാൾ എപ്പോഴും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയാൾ എത്രയൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ നോക്കിയാലും അയാൾക്ക് പറ്റുന്നില്ല. അയാളുടെ മൈൻഡ് എപ്പോഴും, അല്ലെങ്കിൽ മൈൻഡല്ല സോൾ എപ്പോഴും നിങ്ങളിലോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇത്രയും നാളും ഡിസ്റ്റൻസിലും അല്ലെങ്കിൽ വഴക്കിട്ട് പിരിഞ്ഞ് മാറി ചെറുതായിട്ട് വഴക്കൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്നൊക്കെ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് നല്ല രീതിയിലുള്ള ഒരു അടുപ്പും സ്നേഹവും ഒരു സോൾ കണക്ഷനൊക്കെ എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ എന്തൊക്കെയായാലും എന്തൊക്കെ സംഭവിക്കുമ്പോഴും നിങ്ങളുടെ കാര്യം ഓർത്താണ് അയാളുടെ മൈൻഡിനെയും ബോഡിനെയും സോളിനെയൊക്കെ അയാൾ കാമാക്കുന്നത്. ചിലപ്പോൾ കണക്ഷനില്ല, ചിലപ്പോൾ നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഉണ്ടായിരിക്കാം, അതുവഴിയോ അതല്ലെങ്കിൽ ഫ്രണ്ട്സ് വഴിയൊക്കെ കാര്യങ്ങൾ അറിയുന്നുണ്ടായിരിക്കാം, നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത പഴയ മെമ്മറീസും അതൊക്കെ ഓർത്താണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ജീവിക്കുന്നത്. അതുപോലെ തന്നെ മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല അയാൾക്ക്. അയാളെ മൂവ് ഓൺ ചെയ്യും, നല്ല രീതിയിലൊക്കെ പോകും, നല്ല സംഭവങ്ങളൊക്കെ ആവും എന്നൊക്കെ ഓർത്താണ് ഓരോ കാര്യങ്ങളും ചെയ്തത്. പക്ഷെ അത് പറ്റുന്നുമില്ല. അതുപോലെ തന്നെ വിചാരിച്ചു പോയ ആ ഒരു കാര്യം കംപ്ലീറ്റ്ലി തകർന്നൊരവസ്ഥയിലുമാണ്. പക്ഷേ എത്രയൊക്കെ ദൂരെ പോയാലും വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് അയാൾ പതുക്കെ ആ ഒരു മാഗ്നറ്റ് എന്ന രീതിയിൽ ഇങ്ങോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പേഴ്സണെ. അത് അയാൾക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. തന്നെ നിങ്ങളുടെ ഈ ഒരു പേഴ്സണ് ഒരുപാട് പാസ്റ്റ് വൂൺസ് ഉണ്ട്. അയാളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ മറ്റുള്ള തരത്തിലുള്ള എല്ലാ എനർജീസിൽ നിന്നും ഒക്കെ രക്ഷപ്പെട്ട് പോകാൻ വേണ്ടി, അതായത് ഇപ്പോൾ ഉണ്ടായ ജീവിതത്തിലുണ്ടായ എന്തോ വലിയൊരു സംഭവം, പിന്നെ നിങ്ങളോടുള്ള ഇഷ്ടം, അപ്പോൾ എല്ലാം മറ്റുള്ളവരെ കാണിക്കാതിരിക്കാൻ വേണ്ടി ഒരു മറ അയാൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എൻ്റെ കാര്യങ്ങളൊന്നും അറിയണ്ട, എനിക്ക് എന്ത് ഫിനാൻഷ്യലി ഒക്കെ പ്രശ്നം വന്നാലും ജോലി സ്ഥലത്ത് ആരും അതൊന്നും അറിയണ്ട, എല്ലാം അയാൾ കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അയാൾക്ക് ആരെയും ഇപ്പോൾ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഫ്രണ്ട്സും കൂടെയുള്ളവരൊക്കെ തന്നെ അയാൾ ഒരുപാട് ചതിച്ചിട്ടുണ്ട്. അയാൾക്ക് വിചാരിക്കാത്ത കാര്യങ്ങളാണ് അയാളുടെ ജീവിതത്തിൽ നടന്നത്. അപ്പോൾ അതും പിന്നെ അതുപോലെ തന്നെ അയാളുടെ പഴയ കാര്യങ്ങളും ഒക്കെ അയാൾ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ട്. അയാൾ ആ ഒരു മെമ്മറീസൊക്കെ അയാളുടെ ചിന്തകളും ഓർമ്മകളിലൊക്കെ അയാൾ വരുന്നുണ്ട്. അതെപ്പോഴും അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കൊണ്ട് തന്നെ അയാൾ വളരെ അസ്വസ്ഥനാണ്. അയാൾക്ക് സറണ്ടർ ചെയ്യാനൊന്നും പറ്റുന്നില്ല ഒന്നിനോടും. അയാൾ ആ ഒരു കാര്യങ്ങൾ, അതായത് പണ്ടുണ്ടായിരുന്നതും അതല്ലെങ്കിൽ കുറച്ച് നാൾ മുന്നേ ഫ്രണ്ട്സും അയാളുടെ ജീവിതത്തിൽ വന്ന ആ ഒരു സംഭവത്തിൻ്റെ ആ ഒരു ദുഃഖത്തിലൊക്കെയാണ് എപ്പോഴും അതിനെപ്പറ്റി തന്നെ ഓർത്തും ഒക്കെയാണ് അയാൾ നിൽക്കുന്നത്. അപ്പോൾ അയാൾക്ക് ഒരുപാട് വിഷമമുണ്ട്. അതായത് ജീവിതത്തിൽ അയാൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരില്ല. ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നും ജോലി സ്ഥലത്തുനിന്നും ഒക്കെ ഒരുപാട് ബാഡായിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് അയാളുടെ ലൈഫിൽ. അപ്പോൾ അയാൾ ഒരുപാട് തകർന്നൊരവസ്ഥയിലാണ്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ മാറിയപ്പോൾ തന്നെ അയാളുടെ ജീവിതത്തിൽ ഒരുപാട് തകർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ ഓർത്ത് അയാളിപ്പോൾ ശരിക്കും പേടിച്ച് നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് അയാൾ ആരെയും ട്രസ്റ്റ് ചെയ്യാനും വിശ്വസിക്കാനൊന്നും അയാൾക്ക് പറ്റുന്നില്ല. എന്ത് ചെയ്താലും ഒരു പേടിയാണ്. ഇവരിനി എന്നെ വഞ്ചിക്കുമോ അല്ലെങ്കിൽ ചതിക്കുമോ, ഇവർ കള്ളത്തരം പറയുമോ എന്നൊക്കെ ഒരു പേടിയാണ്. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു മെൻ്റലി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, അതേപോലത്തെ ഒരു രീതിയിൽ ഭയമാണ് അയാളുടെ ഉള്ളിൽ. അത് അയാൾക്ക് ഇത്രയും നാളും കിട്ടിയ ആ ഒരു ഇതൊക്കെ കൊണ്ട് തന്നെ അയാൾ ശരിക്കും പേടിച്ചൊരവസ്ഥയിലാണ് നമുക്കിപ്പോൾ ഇവിടെ ഫീൽ ചെയ്യുന്നത്.
തന്നെ നിങ്ങൾ ചില സമയത്ത് ഇയാളെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ തമ്മിൽ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പ്, എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ പോലും അയാൾ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റിയിലും ഒരു കാര്യങ്ങളൊന്നും അവർ തരുന്നില്ല. അതുപോലെ തന്നെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ അയാൾക്ക് ഒരു ധൈര്യമില്ല ഈ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ കല്യാണം കഴിക്കണം, അങ്ങനത്തെ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല അയാൾക്ക്. പിന്നെ അതുപോലെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ ഒരു പേഴ്സൺ ഒരു മുഖംമൂടി ധരിച്ചിരിക്കുന്നത്, അതായത് ഒരു മാസ്ക് ധരിച്ച് സംസാരിക്കുന്ന പോലെയൊക്കെയാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ കള്ളത്തരം പറയാണ്, പറ്റിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ തന്നെ ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അയാളുടെ പാസ്റ്റിലെ കാര്യങ്ങളാണ്. പിന്നെ അയാൾ ചെയ്തു വെച്ചിരിക്കുന്ന ഇതിനും നിങ്ങളോട് കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും കിട്ടിയിട്ടുള്ള ആ ഒരു കുറ്റബോധവും കാര്യങ്ങളും പ്രശ്നങ്ങളും തെറ്റ് ചെയ്തിട്ടുള്ള കുറ്റബോധങ്ങളും അയാളെ ജീവിതത്തിൽ നിന്ന് ഓരോ കാര്യങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുള്ളതും പിന്നെ അതുപോലെ തന്നെ വിശ്വാസവഞ്ചന അയാൾക്ക് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ എല്ലാത്തിൽ നിന്നൊക്കെ ഒരു ഇത് അയാളുടെ ഉള്ളിലുണ്ട് വിഷമം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് തന്നെ വരുമ്പോഴും അയാൾ അതേപോലെയൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ ഒളിച്ചോടി പോകാനുള്ളൊരു പ്രവണതയാണ് ആ ഒരു പേഴ്സൺ എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിലൊന്നും അയാൾ ഒട്ടും ട്രസ്റ്റ് ചെയ്യുന്നില്ല. അയാൾക്ക് പേടിയാണ് ഇതെങ്ങനെയാവും എന്നൊക്കെ ഓർത്തിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാണിക്കുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിലും ചെറിയ ചെറിയ പ്രോബ്ലംസൊക്കെ ഉണ്ടാവും, നിങ്ങൾ തമ്മിൽ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ പ്രോബ്ലം കൊണ്ടല്ല, അയാൾക്ക് ഉണ്ടായിട്ടുള്ള അയാളുടെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അകത്ത് ഇയാൾ വളരെ കാമായിട്ടും വളരെ മെച്യൂറായിട്ടും ഒക്കെ കാണിക്കും. എനിക്കെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്കെല്ലാം എൻ്റെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ രീതിയിൽ നല്ല രീതിയിലൊക്കെ കൊണ്ടുവരും എന്നൊക്കെ ഇയാൾ കാണിക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര ഇമോഷണലി സ്ട്രോങ് ആണ്, എനിക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട, ഞാനെല്ലാം കൊല്ല കിടിലായിട്ടൊക്കെ ചെയ്യും എന്നൊക്കെ വെളിയിൽ കാണിക്കുമെങ്കിലും ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇയാൾക്ക് ഭയങ്കര പേടിയാണ്. അതൊക്കെ അയാൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് അയാൾക്ക് വളരെയധികം ഡീപ്പ് ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇയാളുടെ ട്രോമാസ് ഒരുപാടുണ്ട്, മനസ്സിലായോ? അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഇങ്ങനെ എന്താ പറയുക, ഈ ഒരു ട്രോമാസ് കൊണ്ടാണ് നിങ്ങളെ അയാൾ ഡിസ്റ്റൻസിലൊക്കെ നിർത്തുന്നത്. പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അയാളൊട്ടും എന്താ പറയുക, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ് അയാളുള്ളിൽ. പക്ഷേ അയാൾ ഞാൻ കാമാണ്, എനിക്കങ്ങനെ കുഴപ്പമില്ല എന്നൊക്കെ കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് നേച്ചറാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ളൊരു പ്രോബ്ലംസിനൊക്കെ കാരണം എന്ന് വെച്ചാൽ അയാളുടെ പാസ്റ്റിലെ റിലേഷൻഷിപ്പാണ്. പക്ഷേ ഇപ്പോഴെന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഒരുപാട് ചീത്ത കാര്യങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അയാൾക്ക് നിങ്ങളുടെ ഉള്ളിലും ഭയങ്കര ഹൈ ലെവൽ ഓഫ് സോൾ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസിലാണെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ നിങ്ങളാണ് എപ്പോഴും, നിങ്ങളുടെ ചിന്തകളൊക്കെ ഉണ്ട്. അയാൾക്ക് ഈ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളോട് ഡിസ്റ്റൻസ് കാണിക്കുന്ന അയാളുടെ ട്രോമാസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു എനർജി വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ അയാളുടെ ലൈഫിൽ അയാളിപ്പോൾ ഫേസ് ചെയ്യുന്ന ആ ഒരു ടൈമൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ നിങ്ങൾ തമ്മിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയാലും അല്ലെങ്കിൽ ഡിസ്റ്റൻസിലാവുന്ന ഒരു സമയത്ത് അവർ മൂവ് ഓൺ ചെയ്യാനൊക്കെ ശ്രമിച്ചു. പക്ഷേ അവർക്ക് അതിനെപ്പറ്റി അതൊന്നും സക്സസ് ഒന്നും ആയില്ല. നിങ്ങളോട് ഉണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പ് വിട്ടുപോകാൻ അവർക്ക് ഒട്ടും മനസ്സുകൊണ്ട് അവരൊട്ടും ആഗ്രഹിക്കുന്നില്ല. അത് തന്നെയല്ല, അവർക്ക് അതിനൊന്നും സാധിക്കുന്നില്ല. അവർക്ക് നിങ്ങളെ വിട്ടിട്ട് മുന്നോട്ട് പോകാൻ ഒട്ടും കഴിയുന്നില്ല. പിന്നെ നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ചു വരണമെന്നുണ്ട്. പക്ഷേ അവർക്ക് അതിനുള്ള ധൈര്യമില്ല, അവർക്ക് പേടിയാണ്. ചിലപ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും, അതല്ലെങ്കിൽ നിങ്ങളെ പണ്ട് ഉപദ്രവിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ഓർത്തുള്ള ഗിൽറ്റി ഫീലിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അവർ ആ ഒരു എനർജി അങ്ങ് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. പഴയതിനെയൊക്കെ എപ്പോഴും ഇങ്ങനെ ഓർത്ത് അതിൽ നിന്ന് അവർ ഓവർകം ചെയ്ത് വെളിയിലോട്ട് വന്ന് നിങ്ങളോടൊരു നല്ലൊരു ലൈഫ് വേണമെന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് അവരവിടെ മാറി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ട്രോമയുടെ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതുക്കെ ഈ ഒരു പേഴ്സൺ തിരിച്ചു വരുന്നതാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്യാനും എടുക്കാനോ ഒന്നും ആരുമില്ല. അയാൾ ചെയ്തതെല്ലാം തന്നെ അയാൾക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെയാണ്. അപ്പോൾ അയാൾക്ക് ഉള്ളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ തമ്മിലുള്ള നല്ലൊരു സോൾ കോണ്ടാക്റ്റും കാര്യങ്ങളും. അപ്പോൾ എന്ത് കാര്യം വന്നാലും നിങ്ങളെ ഉള്ളൂ ആ ഒരു പേഴ്സണെ സപ്പോർട്ട് ചെയ്യാൻ. ആ ഒരു പേഴ്സൺ നിങ്ങളുടെ എനർജിയാണ് നല്ലൊരു കാം എനർജി ആയിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഈ ഒരു കാര്യങ്ങൾ അയാളുടെ ഉള്ളിലുള്ള ആ ഒരു
ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു എനർജി ഉണ്ടല്ലോ, സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആ ഒരു എനർജിയൊക്കെ പതുക്കെ പതുക്കെ അയാൾ ഹീൽ ചെയ്ത് വരുമ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. ഹീൽഡ് വേർഷൻ ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ തമ്മിൽ നല്ലൊരു രീതിയിൽ സ്മൂത്ത് ആയിട്ടുള്ള റിലേഷനൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്ന് നിന്നാലും ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങളുടെ ചിന്തകളും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ കോൺടാക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യും, പക്ഷേ കുറച്ച് ടൈം എടുക്കും. കാര്യം എന്ന് വെച്ചാൽ ഇയാളൊന്നുകൂടെ ഹീൽഡ് ആയതിനു ശേഷം മാത്രമേ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.